പി വി അൻവർ എംഎൽഎക്കെതിരെ ADGP MR അജിത് കുമാർ തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അജിത് കുമാർ DGPക്ക് മൊഴി നൽകിയിരിക്കുന്നു. തനിക്കെതിരെ ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്വത്ത് വിവരങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് നൽകുമെന്നും ADGP പറഞ്ഞു. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, എന്തായാലും കഴിഞ്ഞ ദിവസം 4 മണിക്കൂറാണ് ADGP MR അജിത് കുമാറിൻ്റെ മൊഴി DGP രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ആരോപണങ്ങളെല്ലാം ആക്ഷേപങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുക മാത്രമേ നിർവാഹമുള്ളൂ അജിത് കുമാറിന് മുന്നിൽ. പക്ഷേ എങ്കിലും ഇന്നലെ PV അൻവർ DGP നേരിൽ കണ്ട ചില സുപ്രധാന തെളിവുകൾ അദ്ദേഹത്തിന് കൈമാറി എന്ന റിപ്പോർട്ടും പുറത്ത് വരുന്നുണ്ട്. ഈ MLAക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ്, ആക്ഷേപങ്ങളാണ് MR അജിത് കുമാർ ഉന്നയിക്കുന്നത്? പ്രജിത്ത്. ആദ്യഘട്ടം മുതൽ തന്നെ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നൊരു നിലപാട് തന്നെയാണ് ADGP സ്വീകരിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുമായിട്ടും അല്ലെങ്കിൽ DGPയുമായിട്ടും ഒക്കെ നടത്തിയ ചർച്ചകളിലും കൂടിക്കാഴ്ചകളിലും ഒക്കെ സമാനമായ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മൊഴിയെടുപ്പിലും സമാന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, അത് ഇദ്ദേഹത്തിന് ADGPക്കെതിരെ ആരോപണം ഉയർന്നൊരു വിഷയമാണ്. അത് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ, കസ്റ്റംസും പോലീസും ഒക്കെ ഈ രീതിയിൽ സഹകരിച്ച് സ്വർണ്ണക്കടത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതിന് നേതൃത്വം നൽകുന്ന ADGP ആണെന്ന രീതിയിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ അൻവർ ഉയർത്തിയിരുന്നു. ഇപ്പോൾ അത് അതേ ആരോപണം തിരിച്ചുന്നയിക്കുകയാണ് ADGP എന്നുള്ളതാണ്. അതായത് ADGP പറയുന്നത്, അൻവറിൻ്റെ ആരോപണം എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കും അതുപോലെയുള്ള മാഫിയ സംഘങ്ങൾക്കും തന്നോടുള്ള ആ സംഘങ്ങൾക്കെതിരെ താൻ സ്വീകരിച്ച നടപടികൾക്കെതിരെയുള്ള വൈരാഗ്യമാണ് ഈ അൻവറിൻ്റെ പരാതിക്ക് പിന്നിലുള്ളത് എന്നുള്ളൊരു നിലപാടാണ് ADGP സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ ഒരു MLAക്കെതിരെ ഈ രീതിയിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം ആരോപിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. ADGPക്കെതിരെയും ഇതേ ആരോപണം വരുന്നു, തിരിച്ച് സമാനമായ രീതിയിലുള്ള ആരോപണം അൻവറിനെതിരെയും ADGP ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ മൊഴിയുടെ വിശദാംശങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ ദിവസങ്ങളിലേക്കുള്ള പരിശോധനകളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോഴും ഈ മൊഴിയെല്ലാം നിർണായകമാകും എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ആദ്യഘട്ടം മുതൽ തന്നെ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നടക്കമുള്ള പരാതികൾ ഒരു കത്തൊക്കെ അദ്ദേഹം DGPക്കൊക്കെ നൽകിയിരുന്നു. ഈ കത്തിലും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയുമ്പോൾ ഈ കത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളിലും അന്വേഷണം വേണം, പരിശോധന വേണം എന്നൊരു ആവശ്യവും ADGP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ADGPക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് DGP നൽകിയ ശുപാർശ അത് സർക്കാരിൽ നിന്ന് വിജിലൻസിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വിഷയത്തിലൊരു പ്രാഥമിക പരിശോധന തുടങ്ങിയിരിക്കുന്നു വിജിലൻസ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഈ ആരോപണങ്ങളിൽ അൻവർ ഉന്നയിച്ച 5 ആരോപണങ്ങളിലാണ് ഈ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ വന്നിരിക്കുന്നത്. ഒന്ന്, ബന്ധുക്കളുടെ പേരിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ വലിയ ആഡംബര വസതി തുടങ്ങിയിട്ടുള്ള 5ഓളം ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളിലായിരിക്കും ഒരു പ്രാഥമിക പരിശോധന വിജിലൻസ് ADGPയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുക. ആ പരിശോധന നടന്നതിന് ശേഷമായിരിക്കും ഈ ഒരു അന്വേഷണം വേണമോ എന്നുള്ളൊരു കാര്യത്തിലൊരു റിപ്പോർട്ട് വിജിലൻസ് ADGP സർക്കാരിന് നൽകും. ഈ സർക്കാരിന് നൽകിയ ശേഷം ഇതിലൊരു പരിശോധന സർക്കാർ നടത്തിയ ശേഷം മാത്രമായിരിക്കും ADGPക്കെതിരെ ഈ രീതിയിലുള്ളൊരു വിജിലൻസ് അന്വേഷണം ആരംഭിക്കുക എന്നുള്ളതാണ്. അതായത് ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമോ എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്ന രീതിയിലേക്ക് പോകേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കോർട്ടിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ കുറച്ചുകൂടി വിശദമായി പരിശോധിക്കപ്പെടുമെന്നുള്ളതാണ്. കാരണം ഈ ADGPക്ക് മുൻപ് ആരോപണങ്ങൾ അല്ലെങ്കിൽ അൻവർ ഒരു വിമർശനങ്ങളും വിവാദങ്ങളും തുടങ്ങി വെച്ചത് മലപ്പുറത്ത് SP ശശിധരനുമായി ബന്ധപ്പെട്ടാണ്. ശശിധരന്റെ സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. PV അൻവർ MLAക്കെതിരെ MR അജിത് കുമാർ തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ADGP DGPക്ക് മൊഴി നൽകി. തനിക്കെതിരെ ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്വത്ത് വിവരങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് നൽകുമെന്നും ADGP പറഞ്ഞു. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാവും. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.